രാംരാജ്, ഇന്ന് വൈകിയാണെങ്കിലും ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു സമയമാണല്ലോ ഇത്. അത് തെളിയിക്കാൻ പോവുകയാണ്. മഞ്ജുഷത് പ്രതിപക്ഷമുണ്ട് എന്ന് തെളിയിക്കാനുള്ള സമയമാണ്, അതേ തെളിയിക്കാനുള്ള തത്രപ്പാടാണോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. നോക്കൂ, 2023 പാറ്റ്നയിൽ ശ്രീ നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് ഇവരുടെ ഇന്ത്യ അലയൻസ് രൂപീകരിക്കുന്നത്, അവരുടെ മീറ്റിംഗ് നടക്കുന്നതൊക്കെ. ഇന്ന് ആ നിതീഷ് കുമാർ അവിടെയാണ്, ഞങ്ങളുടെ ഒപ്പമാണ്. ഇന്ന് ആ പാറ്റ്ന തലസ്ഥാനമായിട്ടുള്ള ബീഹാർ ഭരിക്കുന്നവരാണ് BJP ആണ്. അപ്പോൾ അതാണ് ഇവരുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. നമ്മൾ മുഴുവൻ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കിക്കോളൂ. സത്യത്തിൽ ഇന്ന് ഒരു മീറ്റിംഗ് നടത്തി ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് നമ്മളെയൊക്കെ ബോധിപ്പിച്ചതിനപ്പുറത്തേക്ക് എന്ത് പ്രാധാന്യം അല്ലെങ്കിൽ എന്ത് ശക്തിയാണ് ഇന്ത്യ മുന്നണിക്കുള്ളത്? നിങ്ങൾ തമിഴ്നാട്ടിലെ കാര്യം നടത്തി നോക്കൂ. തമിഴ്നാട്ടിൽ DMK പറഞ്ഞത് അവരെ എൻ്റെ പിന്നിൽ നിന്ന് കുത്തിയെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് എനിക്ക് തോന്നുന്നത് കട്ടപ്പ മറ്റേ ബാഹുലിയെ കുത്തിയേക്കാനും വലിയ കുത്താണ് കോൺഗ്രസ് DMK-നെ കുത്തിയെന്ന് അവർ തന്നെ പറയുന്നു. അവർക്ക് ലോക്സഭയിൽ പ്രത്യേക ഇരിപ്പിടം തന്നെ വേണമെന്ന് തന്നെ പറഞ്ഞിട്ട് അത്ര വലിയൊരു വൈരാഗ്യത്തിലേക്ക് ഇരുകക്ഷികളും പോയിരിക്കുകയാണ്. ഇനി ബംഗാൾ നിങ്ങളെടുത്ത്, ബംഗാളിലെ അവസ്ഥ എന്താ? ബംഗാളിൽ വിമതരെ പുറത്താക്കി ഇപ്പോൾ മമതാ ബാനർജി വിമതയായിപ്പോയി. അതിൽ കൂടുതൽ അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ കൂടുതൽ MLA-മാരും MP-മാരും ഇപ്പോൾ അവർ ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അവരുടെ കൂടെ ഉള്ളതിനേക്കാൾ MLA-മാരും MP-മാരും ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ മറുവശത്താണ്. നിങ്ങളിനി മഹാരാഷ്ട്ര എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ NCP ശരത് പവാറിൻ്റെ പാർട്ടി ആണെങ്കിലും ഉദ്ധവ് താക്കറയുടെ പാർട്ടി ആണെങ്കിലും ഒക്കെ അവരൊക്കെ ഈ മുന്നണിയിൽ നിന്ന് വീഴ്ച നിൽക്കുകയാണ്. നിങ്ങൾ ഇന്ന് ഇപ്പോൾ വാർത്തയിൽ പറഞ്ഞതുപോലെ ഈ ആം ആദ്മി പാർട്ടിയും അടക്കമുള്ള ആളുകൾ മാറി നിന്നപ്പോൾ എന്തിന് കേരളത്തിൽ നിന്നുള്ള CPM അവർ തന്നെ ലെറ്റർ കൊടുത്തിട്ടില്ലേ? CPI എന്നാ പറഞ്ഞ വി ദ ലെഫ്റ്റ് പാർട്ടീസ് വിൽ ഡിസ്കസ്. അതിനുശേഷം ഞങ്ങൾ മീറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നൊക്കെ പറഞ്ഞു. അവർ മീറ്റിങ്ങിന് പോയിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഒരു യോഗം നടത്തിയപ്പോഴത്തേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, എനിക്കൊന്നും അവരുടെ സീനിയർ ലീഡേഴ്സിനെ വിടാതെ മറ്റാരെയൊക്കെ വിട്ടിരിക്കുന്നത് നോക്കായിക്കോട്ടെ, എന്താ ഉണ്ടവിടെ? ഓക്കെ, ആകെ ഇവർക്കുള്ളത് 3-4 MP-മാർ മാത്രമേ, 4 MP-മാരെ CPM-നുള്ളൂ. അതുകൊണ്ട് അവരിനി വന്നാൽ എന്ത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതിനപ്പുറത്തേക്ക് ഇതൊന്നും ഇവർ ഈ പറയുന്ന ഈ നരേന്ദ്രമോദിയെയോ BJP-നെയോ തകർക്കാനോ തള്ളിടാനോ ഒന്നും പോരാ. ഇതിൻ്റെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് ഇവരുടെ പോളിസി എന്താ? ഈ ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞിട്ട് ഇവർ രൂപീകരിച്ചിട്ടുള്ള ഈ മുന്നണിയുടെ പോളിസി എന്താണ്? ഇവർക്ക് വൈകുന്നേരം ചുറ്റും കൂടി എന്ന് ചായ കുടിച്ച് കടല കുറച്ചുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റം പറയാം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഞങ്ങളിപ്പോൾ മോദിയെ താഴെ ഇറക്കും എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇവർ ഈ രാജ്യത്തിൻ്റെ ഇവിടുത്തെ ചെറുപ്പക്കാരുടെ ഇവരുടെ ജനങ്ങളിലേക്ക് മുമ്പിലോട്ട് വയ്ക്കുന്ന പോളിസി എന്താന്നേ? ഇവർക്ക് അങ്ങനെ ഒരു പോളിസി പോലും ഇല്ല. ഇവർക്കിപ്പോൾ നിങ്ങൾ UP എടുത്ത് നോക്കൂ. UP-യിലാണെങ്കിൽ അഖിലേഷ് യാദവിന് അവിടെ നിന്ന് BJP എങ്ങനെയും തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ഇന്ത്യ മുന്നണിയുടെ കൂടെ പോയേക്കാം. ഇപ്പം നിങ്ങൾ കുറച്ചു മുമ്പ് സംസാരിക്കുന്ന കേട്ട് മമതാ ബാനർജിയുടെ അവസ്ഥ എന്താണ്? മമതാ ബാനർജി ഇത്ര കാലം എവിടെയായിരുന്നു? ഇന്നിപ്പോൾ മമതയ്ക്ക് നിൽക്കക്കള്ളി ഇല്ലാതായപ്പോൾ സ്വന്തം പാർട്ടിയുടെ ചിഹ്നവും സ്വന്തം പാർട്ടി പോലും കയ്യിൽ നിന്ന് പോകും എന്നുള്ളൊരവസ്ഥ ഉണ്ടായപ്പോൾ അവരിതാ ഈ കൂട്ടത്തിൽ വന്നു ചേരുന്നു. ഈ CPM-ഉം കോൺഗ്രസും CPM അല്ലെങ്കിൽ ഇടതു കക്ഷികൾ ഈ ഇന്ത്യ മുന്നണിയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്താണ്? അവരെവിടെയാണ് മുന്നണിയായിട്ടുള്ളത്? നോക്കൂ, ഇടതുപക്ഷത്തിൻ്റെ ശക്തി കേന്ദ്രം അല്ലെങ്കിൽ അവർക്ക് സ്വാധീനമുള്ള ഒരിടം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കേരളത്തിലാണ്. കേരളത്തിൽ അവർ ഒരുമിച്ചല്ലല്ലോ മത്സരിക്കുന്നത്. ഇനി ഡൽഹിയിൽ പോയിട്ട് ഈ CPM ഇന്ത്യ മുന്നണിയിലാണ് എന്ന് പറയുന്നതിൽ എന്ത് പ്രാധാന്യമാണുള്ളത്? അത് ഈ കേരളത്തിലിരിക്കുന്ന നേതാക്കന്മാർ തന്നെ ഡൽഹിയിൽ പോയിട്ട് പാൻ ഇട്ടിട്ട് അവരുടെ മറ്റേ സീനിയർ PB യോഗം കൂടുന്നു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിന് പുറത്ത് അവർക്ക് എന്ത് പ്രാധാന്യമുള്ളത്? ഒരു കാലത്ത് അവർ ഭരിച്ചിരുന്ന ബംഗാളിലോ ത്രിപുരയിലോ പോലും ഇപ്പോൾ അവരില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എവിടെയാണ് ഈ സംവിധാനമുള്ളത്? എന്താണ് ഈ സംവിധാനത്തിന് പ്രാധാന്യം എന്നൊക്കെ ചോദിക്കും, പ്രസക്തി എന്ന് ചോദിച്ചാൽ ഇതൊരു കോമഡിയാണ്. വിനോദ് വിൽസൺ മാത്യു, ഇങ്ങനെ BJP-ക്ക് പരിഹസിക്കുവാനുള്ള ഒരു വേദി തുറന്നിടുന്ന പോലെ ആയല്ലോ ഈ പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം എന്ന് പറയുന്നത്. അതിനിടയിലാണ് ആം ആദ്മി പാർട്ടി പ്രതിപക്ഷ പാർട്ടികളുടെ മറ്റൊരു ഐക്യനിര കെട്ടിപ്പടുക്കണം എന്നുള്ള സ്വപ്നം കാണുന്നതും. അല്ല, അത്തരത്തിൽ സ്വപ്നങ്ങളൊന്നുമല്ല. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കോൺഗ്രസ് മുക്ത ഭാരതത്തിലൂടെ ഒന്നുമല്ല ആം ആദ്മി പാർട്ടി സംസാരിച്ചിട്ടുള്ളത്. ആം ആദ്മി പാർട്ടിക്ക് നയപരമായിട്ടുള്ള കോൺഗ്രസുമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയോട് കാണിച്ചിട്ടുള്ള വലിയ പ്രതിസന്ധികൾ, പാർട്ടിക്ക് ഉണ്ടാക്കിയ പ്രതിസന്ധികൾ. BJP ഞങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ BJP-യുടെ B ടീമാണ്, A ടീമാണെന്ന് കോൺഗ്രസ് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് കോൺഗ്രസ് BJP ഡൽഹിയിൽ ഞങ്ങളുടെ അധികാരം പോകുന്ന സാഹചര്യം വന്നപ്പോഴൊക്കെ അതിൽ ആനന്ദ നൃത്തമാടിയതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ അത്തരത്തിലുള്ള കുറെ ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിന് പുറത്താണ് നയപരമായി കോൺഗ്രസിനെ കൊണ്ട്, ഇന്നലെ അദ്ദേഹം പറഞ്ഞല്ലോ, കോൺഗ്രസിനെ കൊണ്ട് ഒരു പൊതു ബദൽ സൃഷ്ടിച്ചെടുക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സാഹചര്യമല്ല. അതിനുള്ള സംവിധാനം ആം ആദ്മി പാർട്ടിക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സിബിയുടെ ചൂണ്ടിക്കാണിച്ചത് കേട്ടുവല്ലോ താങ്കൾ. ആം ആദ്മി പാർട്ടിക്കും അസ്തിത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികൾ പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആം ആദ്മി പാർട്ടിക്ക് എങ്ങനെയാണ് അത് നഷ്ടപ്പെടുക? ആം ആദ്മി പാർട്ടി ഇപ്പോഴും ഡൽഹിയിൽ ഇപ്പൊ നമുക്ക് അടുത്ത എത്ര എം പിമാരെ നഷ്ടപ്പെട്ടു? ഞാനത് പറയാമല്ലോ. 7 MP നഷ്ടപ്പെട്ടു. അതിന് ആ ഡിബേറ്റിലേക്ക് നമ്മൾ പോയി ഈ സംസാരം തന്നെ മാറും. 7 MP നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഇപ്പൊ രാഘവ് ചദ്ദ ഇന്ന് മുതൽ BJP-യുടെ ഭാഗമാണ്. എന്നിട്ട് ഞങ്ങൾ അതിനുശേഷം പ്രധാനപ്പെട്ട 3 വ്യവസായി, സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ ഫിഗർ ഉള്ളവരൊന്നും അല്ല ആം ആദ്മിയിൽ പോയത്. നമുക്കറിയാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.